അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു, ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഇത്ര വലിയ ജനക്കൂട്ടം പ്രതിഷേധിക്കാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ഒരു ശാന്തത ഉണ്ടായ ശേഷം ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങണമായിരുന്നു. ഞങ്ങളെല്ലാം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ നേതൃത്വത്തിൽ തന്നെ പ്രകടനം അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് രക്തസാക്ഷി മണ്ഡപത്തിനോടത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്ദേശമില്ലായിരുന്നു. സാധാരണഗതിയിൽ പിന്നെ ഒന്ന് ശാന്തമായ ശേഷം ഇറങ്ങണമായിരുന്നു. ഒരു ജനക്കൂട്ടത്തിൻ്റെ പ്രകടനവും അതിൽ പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടി വന്ന ആൾക്കാരുടെ നേരെ വാഹനം വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് സംഭവങ്ങളുണ്ടായത്. എന്തോ അല്ല, അത് പോലീസാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. അവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് നോക്കിക്കൊണ്ട് അവരെ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ പുറത്തിറക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത് പോലീസാണ്. അല്ല, ഈ വാഹനത്തിലേക്ക് കല്ലൊക്കെ എടുത്തെറിയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റുമോ? അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുശേഷം പാർട്ടി ഓഫീസിൽ നിന്ന് പോലീസ് പിന്നെ പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് പോലീസ് റെയ്ഡ് ചെയ്യാറില്ല. അത് സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശം പ്രകാരമാണ് പോലീസ് പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയത്. പക്ഷെ ഒരു കാര്യം നമ്മൾ പറയാം, പാർട്ടി ഓഫീസ് കയറി റെയ്ഡ് ചെയ്തും നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കിയും CPM-നെ തകർക്കാൻ വേണ്ടി നോക്കിയാൽ അത് ഒരു കാരണവശാലും വകവെച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുക. അത് നിയമപരമായ വശങ്ങൾ പരിശോധിച്ച ആവശ്യമായ നടപടി സ്വീകരിക്കും. അത് പോലീസിന് അത് പോലീസാണല്ലോ പറയേണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത്. ശരി. ഒരു കാര്യം കൂടി, അവിടെ ഉച്ചയ്ക്ക് ഈ പാർട്ടി നേതാക്കൾ നൽകിയ വാക്ക് പാലിക്കപ്പെട്ടില്ല എന്ന് പോലീസ് ഉച്ച സമയത്ത് അവിടുന്ന് നേതാക്കൾ ഒരു വാക്ക് കൊടുത്തിരുന്നു, അത് പാലിക്കപ്പെട്ടില്ല എന്ന് അവർ ആവർത്തിച്ച് ഇല്ല, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല. അങ്ങനെ ധാരണ ഉണ്ടായെങ്കിൽ പ്രശ്നം ഉണ്ടാവുന്ന പ്രശ്നമില്ലല്ലോ. പോലീസ് പറയുന്ന അങ്ങനെ ഒരു ധാരണ ഇല്ല, അങ്ങനെ ഒരു ധാരണ ഉണ്ടായി. ഇല്ല.